നാഗറാണി സീരിയൽ ഏപ്രിൽ 27 മുതൽ തുടങ്ങുകയാണ്. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ AI ഡബ്ബിംഗ് സീരിയലാണ് നാഗറാണി. നമ്മുടെ നാഗകന്യക സീസൺ 7 ആണ് നാഗറാണി. നിങ്ങൾക്ക് അറിയാവോ? മാത്രമല്ല, നമ്മുടെ ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു സീരിയൽ തീരുവാണ്, മൗനരാഗം. മൗനരാഗം 6 മണി ഷോട്ടിൽ നിന്ന് മാറുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? സീരിയൽ അവസാനിച്ചോ? എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ? നാഗറാണി സീരിയലിന്റെ കഥ എന്താണ്? ഒരു അടിപൊളി ട്രെയിലറും വന്നിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളും നാഗറാണി സീരിയലിന്റെ അപ്ഡേറ്റും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയൽസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ നാഗറാണി സീരിയൽ, ആക്ച്വലി ഈ നാഗറാണി സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദിയിലെ കളേഴ്സ് TVയിൽ സംപ്രേഷണം ചെയ്യുന്ന നാഗിൻ 7, അതായത് മലയാളത്തിൽ ഇതിന്റെ സീസൺ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ സൂര്യ TVയിൽ വന്നിട്ടുണ്ട്. നാഗകന്യക, ആ നാഗകന്യകയുടെ സീസൺ 7 ആണ് ഈ നാഗറാണി. പക്ഷേ സീസൺ 5ഉം 6ഉം ഒന്നും മലയാളത്തിൽ വന്നിട്ടില്ലെങ്കിലും സീസൺ 7 ഈ 5ഉം 6ഉം ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് ഗസ്റ്റ് റോൾ ആയിട്ട് അവരൊക്കെ ഇങ്ങോട്ട് വരുന്ന അല്ലാണ്ട് വലിയ ബന്ധമൊന്നുമില്ല. സോ പുതിയ കഥ, പുതിയ കഥാപാത്രങ്ങൾ, പുതിയ കഥാരീതികൾ, മൊത്തത്തിൽ പുതിയത്. അതാണ് ആദ്യം പറയാനുള്ളത്. ഓരോ സീസണും ഓരോ കഥകളാണല്ലോ. അപ്പോൾ ആ നാഗിൻ 7ന്റെ മലയാളം ഡബ്ബിംഗ് ആണ് നാഗറാണി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പോകുന്നത്. ഏപ്രിൽ 27 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ ടു ഫ്രൈഡേ വൈകുന്നേരം 6 മണി മുതൽ 6:30 വരെ നമ്മുടെ ഏഷ്യാനെറ്റിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ഡബ്ബിംഗ് സീരിയലാണ്. 34 എപ്പിസോഡ് ഓൾറെഡി ഇതിന്റെ ഒറിജിനൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സാറ്റർഡേയും സൺഡേയും 8 മണിക്കാണ് ഹിന്ദിയിലെ കളേഴ്സ് TVയിലാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ AI ഡബ്ബിംഗ് സീരിയലാണ്. സാധാരണ നമ്മൾ ഹിന്ദി സീരിയൽസ് ഒക്കെ ഡബ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷേ ഈ സീരിയൽ അങ്ങനെയല്ല. ഇതിന്റെ ഡബ്ബിങ് സാങ്കേതിക വിദ്യകൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളാൽ AI ആക്കിയതാണ്. മനസ്സിലായോ നിങ്ങൾക്കത്? ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് കാണുമ്പോൾ മനസ്സിലാവും AI ആണ്. നമ്മൾ കാണുമ്പം കറക്റ്റ് പക്കാ മലയാളം പോലെ ഉണ്ടെങ്കിലും ചിലത് ഇതെന്താ ഇങ്ങനത്തെ ശബ്ദം എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് ഹിന്ദിയിലെ നടിയുടെയും നടന്റെയൊക്കെ സൗണ്ട് അതുപോലെ മലയാളത്തിൽ വരും. ഹിന്ദിയിൽ ആ നടി സംസാരിക്കുന്ന എങ്ങനെയാണോ അതുപോലെ മലയാളത്തിൽ. ഇപ്പൊ എന്റെ ഇതേ സൗണ്ട് AI വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദി ആക്കി എങ്ങനെ ഇരിക്കും അതുപോലെ നേരെ അതുപോലെ അവരുടെയൊക്കെ സൗണ്ടുകൾ അതേപോലെ നമുക്ക് മലയാളത്തിൽ കാണാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് AI ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് പകുതി ഓഡിയൻസിന് ഓക്കെയും പകുതി ഓഡിയൻസിന് ഓക്കെയും അല്ല. ഓൾറെഡി ഇതിന്റെ പല പല ലാംഗ്വേജസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഹിന്ദി, കന്നഡ, മറാത്തി, ഉറുദു, തെലുഗു, തമിഴ്, മലയാളം എല്ലാം അവൈലബിൾ ആണ്. അരമണിക്കൂറത്തെ എപ്പിസോഡ് വെച്ചിട്ടാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ വരുന്നത്. അതുകൊണ്ട് ഒറിജിനൽ ഡബ്ബിംഗ് അല്ല, AI ഡബ്ബിംഗ് ആണ്. ഇതിന്റെ ഒരു അടിപൊളി 40 സെക്കൻഡുള്ള ഒരു പ്രൊമോ, ദാറ്റ് മീൻസ് എ ട്രെയിലർ ഏഷ്യാനെറ്റിൽ പുറത്ത് വിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. കാത്തിരിപ്പുകൾക്ക് വിരാമം, നിങ്ങളുടെ ആഗ്രഹത്തിന് അവരുടെ കാത്തിരിപ്പിന് വിരാമമായി എന്നാണ് പറയുന്നത്. അത് ആ സീരിയലിന്റെ കാത്തിരിപ്പിനും നാഗകന്യകയ്ക്ക് ഭയങ്കര ഒരു ഹ്യൂജ് ഓഡിയൻസ് മലയാളത്തിലുണ്ട്. ഈവൻ സിൻസ് സൂര്യ TVയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ആ നാളെ മുതൽ സീസൺ 1നും 2നും 3നും 4നും ഒക്കെ സെപ്പറേറ്റ് ആരാധകരുണ്ട്. കോമൺ ആയിട്ടുള്ള ഓഡിയൻസസ് ഉണ്ട്. ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സീരിയൽ ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോൾ അതിന് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ ആ ഒരു സമയത്ത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മൗനരാഗ സീരിയലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മൗനരാഗ എങ്ങോട്ട് പോകുന്നു, അവസാനിപ്പിക്കാൻ പോവാണോ, ക്ലൈമാക്സ് ആവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗനരാഗത്തിന്റെ ഇന്നത്തെ പ്രൊമോ കണ്ടിട്ടും എനിക്ക് തോന്നുന്നില്ല മൗനരാഗം അവസാനിക്കാറായി എന്ന്. തീരാൻ വേണ്ടി 4 സീരിയൽസ് നിൽക്കുന്നുണ്ട്. ടീച്ചറമ്മ, മൗനരാഗം, ഇഷ്ടം മാത്രം, സ്നേഹക്കൂട്ട്. ഈ 4 സീരിയലിന്റെ പ്രൊമോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ടീച്ചറമ്മയാണ് ഏതാണ്ട് അവസാനത്തിലേക്ക് പോകുന്നതെന്നാണ്. ടീച്ചറമ്മ 10:30ക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മൗനരാഗം രാത്രി 10:30യിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പകരം ടീച്ചറമ്മ മിക്കവാറും നാളത്തോടു കൂടി എൻ്റെ ആകുമായിരിക്കാം. 6 മണിക്ക് നാഗകന്യക, അതായത് നമ്മുടെ നാഗറാണി സീരിയൽ വരുന്ന തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തിങ്കളാഴ്ച രാത്രി ആയിരിക്കും TVയിൽ മലയാള എപ്പിസോഡ് വരിക. പക്ഷേ തിങ്കളാഴ്ച രാവിലെ അതിന്റെ റിവ്യൂ, മലയാള എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരത്തെ തന്നെ കഥ അറിയാം. കഥ എന്താണെന്നുള്ള നേരത്തെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. നിങ്ങൾക്ക് എപ്പിസോഡും കാണാം, കഥയും കാണാം. അപ്പോൾ റിവ്യൂ പ്ലസ് എക്സ്പ്ലനേഷൻ മലയാളത്തിൽ എൻ്റെതുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം, ഇനി ഒഫീഷ്യലി സമയം വരുമായിരിക്കാം, അതിന്റെ അപ്ഡേറ്റുകൾ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നാഗകന്യകയുടെ ഏത് സീസണാണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്? അപ്പോൾ ഈ നാഗകന്യക സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കുറച്ച് പേര് കമന്റ്സ് ഒക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പഴയ സീസണിലെ ആൾക്കാരെ കുറിച്ച് കാണിക്കുമ്പോൾ അതൊക്കെ കട്ട് ചെയ്യോ, 5ഉം 6ഉം ഒന്നും മലയാളത്തിൽ വന്നിട്ടില്ലല്ലോ എന്നില്ല.
അതൊക്കെ ജസ്റ്റ് ഗസ്റ്റ് റോൾ പോലെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ എടുത്ത് അതിനകത്തോട്ടങ്ങ് കാണിക്കും. ചില ഡബ്ബിങ്ങുകളിലൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പം ഈവൻ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുള്ള ആ ഒരു ട്രെയിലറിൽ തന്നെ ചന്ദ്രൻ ആതിര നക്ഷത്രത്തിൽ വരുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആതിര എന്ന് പറയുന്നൊരു നക്ഷത്രം ഇല്ല, നമുക്കറിയാം. അത് ഹിന്ദിയിലെ നക്ഷത്രമാണ്. ഹിന്ദിയിലെ നക്ഷത്രത്തിനെ അവർ മലയാളീകരിച്ചപ്പോൾ ആതിര ആയതാണ്. അത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രമാണ് മലയാളത്തിൽ വന്നപ്പോഴത്തേക്കും അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യങ്ങൾ ചെറിയ 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 മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സീരിയൽ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി ഞാൻ അതിൻ്റെ കുറേ എപ്പിസോഡുകൾ കണ്ടു, മലയാളത്തിൽ കണ്ടതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.